ഇന്നത്തെ വീഡിയോസ് ആക്ച്വലി വ്ലോഗ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലേ? പേടിപ്പിച്ചിട്ടിരിക്കുക അല്ലേ? ഞാൻ എന്തായാലും ഹാപ്പിയാണ്. ഞങ്ങളുടെ ഈ ഒരു 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാതെ, ഞാൻ കുറെ പേർക്ക് അറിയാം, 7 വർഷത്തെ നമ്മളുടെ എന്താ പറയാ ആ ഒരു പ്രണയത്തിന് ശേഷം കുറെ വീട്ടുകാരുടെ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പിടിയാതെ നിന്നിട്ട് നല്ല അത്യാവശ്യം കുറ്റം പറയല്ലോ കേട്ടോ. നമ്മുടെ പാരന്റ്സ് അങ്ങനെ ഇരിക്കില്ലേ? ഏട്ടനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഏട്ടൻ്റെ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഫാമിലിന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. ഏട്ടനെ കണ്ട ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോറി ഒന്നല്ല കേട്ടോ, സ്റ്റോറിയൊക്കെ പിന്നീട് പറയാം. ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. പ്ലസ് 1 അല്ല, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഏട്ടൻ അന്ന് ഡിഗ്രി 3rd ഇയർ ആയിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മളുടെ ഈ ഒരു കണ്ടുമുട്ടൽ കണ്ടുപിടിച്ച് അപ്പൊ അറിയാണ്ടായതൊന്നുമില്ല അല്ലെ? എന്താ ഞാൻ പറഞ്ഞേ? അപ്പൊ അന്ന് പോലെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് ഇപ്പം 9 വർഷം അല്ലെ? ഇന്നേക്കല്ല, ആ ഒരു കാലങ്ങൾ ഒരുമിച്ച് അറിയാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. പക്ഷെ ഇന്ന് നമ്മുടെ ആ ഒരു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. കൂടുതൽ എത്തിക്കണല്ലോ. ഏട്ടനോട് എപ്പോഴും പറയും, നിനക്ക് ഇടക്കിടക്ക് അപ്പം മെയ് 11-നായിരുന്നു. ഇതേ ദിവസം 2 വർഷം മുൻപായിരുന്നു ഏട്ടന്റെ തലയിൽ ഞാൻ കേറിയിട്ട്. ഓക്കെ, അതിന് മുന്നേ ഉണ്ടായിരുന്നു. എന്നാലും ഒഫീഷ്യലി ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഇന്നത്തെ എനിക്ക് 2ാം കൊല്ലാണ്. അപ്പൊ കുറെ കത്തി വെക്കുന്നില്ല. ഇന്നത്തെ വീഡിയോസ് ആക്ച്വലി വ്ളോഗ് പോലെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഭയങ്കര മടി പിടിച്ചു പോയി. പിന്നെ കേക്കിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഫൈനലി നമുക്കൊരു കേക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എങ്ങനെയാണ് കേക്ക് ഇല്ലാണ്ടിരിക്കാന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഏട്ടൻ ഒന്നും പറയാത്ത കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെ ആയതുകൊണ്ട് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ആണ് ഇവിടെ ഈ ഏരിയ. അപ്പം പുറത്തിറങ്ങാനും ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കടകളിലൊന്നും ഈ പറഞ്ഞ പോലെ കേക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യുക? ഒരു കേക്ക് മുറിക്കാനൊന്നുമില്ല, ഒന്നും ആഘോഷിക്കാനില്ലല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. എന്നോട് ആരോ പറഞ്ഞിട്ടായിരുന്നു ചേച്ചി കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ട്. പക്ഷെ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയൂല, എന്റെ സാധനങ്ങളൊന്നും ഇല്ല. ശരിയാണ്, മെനക്കെടാനും മടിയായിരുന്നു. അപ്പാണ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ശ്യാമിലിന്റെ താഴെ എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്ക് ഇങ്ങനത്തെ എന്താ പറയാ ഒരു കുക്കിംഗ് ചാനലും കൂടി ഉണ്ട് യൂട്യൂബിൽ. അപ്പൊ അവൾ എന്ത് ചെയ്യും, ഓരോ സാധനങ്ങളൊക്കെ പരീക്ഷിക്കുക. അതുപോലെ തന്നെ ഇതിന് മുന്നേ അവളുടെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കേക്ക് ഉണ്ടാക്കും, അവിടെ എന്തുണ്ടാക്കിയാലും എനിക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പൊ അവള് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ അവളെങ്ങാ പണി ഏൽപ്പിച്ചു. എന്നിട്ട് രാത്രി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ അവൾക്ക് താങ്ക്സ് പറയാണ്, ഞങ്ങളുടെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടിപൊളിയായിട്ടോ കേക്ക്. ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അവൾ പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം പറയാം, അവളുടെ ചാനൽ ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഒന്ന് കയറി നോക്കുക. ഭയങ്കര ഷോർട്ട് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് അവള് ഓരോ റെസിപ്പീസും പറഞ്ഞിരുന്നായിരിക്കും. കുറെ കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഞങ്ങളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏട്ടനാണ് കട്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള 2 ആനിവേഴ്സറിയിലും ലോക്ക്ഡൌണിൽ വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിലായിരുന്നു, ഈ വർഷം ലോക്ക്ഡൌൺ ആണ്. കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലായിരുന്നു. അതെ, ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ ഇതിൽ കൂടുതലുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും പറ്റണില്ല. സോ വാങ്ങിക്കൊടുക്കാൻ പോലും പറ്റിയില്ല, കാരണം പുറത്തു പോകാൻ പറ്റില്ല. ഒരു ഷോപ്പോട് പോയില്ല, പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വർഷം പ്രതീക്ഷിക്കുന്നു. ഇത് പെട്ടെന്ന് മഹാമാരി എല്ലാം മാറട്ടെ, എന്നിട്ട് അടിച്ചു പൊളിച്ച് അതിനെ ആഘോഷിക്കണം. എല്ലാ പ്രാവശ്യം നമ്മള് പറയില്ലേ, വിഷു ആകുമ്പോഴും ഓണാകുമ്പോഴും. ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയായിരുന്നു, കിട്ടു വിഷു ആയിരുന്നു, മാക്സിമം ചെയ്തു. പിന്നെ പറഞ്ഞ വിഷു മാക്സിമം ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും ഇതുപോലെ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് സങ്കടമില്ലല്ലോ. അപ്പൊ ഞാനും ഉള്ളൂ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. സേഫ് ആയിട്ട് വീട്ടില് അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് സമ്പർക്കങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വീട്ടിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. വാക്സിനേഷൻ ഒക്കെ കുത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വാക്സിൻ എടുത്തോ? നിങ്ങൾക്ക് വാക്സിൻ കിട്ടിയോ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ. എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്നാണാവോ കിട്ടാ. അപ്പൊ ഇന്ന് ഈ ഒരു കേക്ക് കട്ടിങ് ഞാൻ പറഞ്ഞ വ്ളോഗ് പോലെ പ്ലാൻ ചെയ്തു, പക്ഷെ അതിന് നടന്നില്ല. അവിടെ ഈ ഒരു കേക്ക് കട്ടിങ്ങിലും പിന്നെ ചെറിയൊരു ഞാനുമായിട്ട് നമ്മളുള്ള കുറച്ച് വാക്കേറ്റങ്ങളും ഇതിന് ശേഷം ഉണ്ടാകുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ കത്തി അപ്പം ഉപയോഗിക്കണം നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ,
എന്താ വല്ല പാടാനൊക്കെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ എല്ലാരും കൂടെ ചേർന്നിട്ടാണ്. മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ തകർത്ത് പാടിയേനെ. അവർക്ക് കേക്ക് കിട്ടിയിട്ടില്ല. അവിടെയും പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ്സും ആണ്. അപ്പൊ അവിടെ അവർക്ക് നാളെ കേക്ക് എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, മണിക്കുട്ടി ശ്രീക്കുട്ടി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാണ്ട് അവിടെ നിന്ന് കൊതിക്കും കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഞാൻ ആദ്യം കഴിക്കണ്ടല്ലോ അല്ലേ? ഏത് പ്രാവശ്യം ഞാൻ എന്തിലും ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടോ. ആരോട് പറഞ്ഞിരുന്നു അച്ഛനും മീൻ കൊടുക്കാണ്ട് നീ കഴിച്ചു. കേക്ക് അടിപൊളി, കേക്ക് അടിപൊളി. എഗെയിൻ താങ്ക് യു. എന്നല്ല അപ്പൊ ഒരു കഷ്ണം കൂടെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി കാണിച്ചു തരാം. ഇതേ കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം കേട്ടോ. എന്നിട്ട് വരെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ കേട്ടോ പാവം. ലെയർ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേക്ക്. ഞാൻ അവിടെ ആക്ച്വലി നമ്മുടെ സാധാ കേക്കില്ലേ, എന്താ പറയാ, ഇങ്ങനെ ക്രീം ഒന്നും വരാനുണ്ടാക്കില്ല. ആ ഒരു കേക്ക് ഉണ്ടാക്കാനാ പറഞ്ഞത്. കാരണം ഇത് നല്ല പണിയെന്ന് എനിക്കറിയാം. അവളോട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ താഴോ. അപ്പൊ ഞാൻ പറയുന്നത് സാധാ കേക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ചെന്ന് വാങ്ങുമ്പോഴത്തേക്കും അവള് ഇത്രയും കേക്കൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ക്രീമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സാധനം ഉണ്ടായിട്ടോ ബാക്കി അവളടുത്ത്. അവിടെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ എല്ലാ സാധനം ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായത്. രാത്രി ഞാൻ പറയുന്ന സമയത്ത് 11:30 ഞാൻ അവർക്ക് മെസ്സേജ് അയക്കണേ, എനിക്ക് നാളെ ഒരു കേക്ക് വേണ്ടോ. അവർക്ക് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു കേക്ക് ഒന്ന് കുറച്ച് കഷ്ണം കഴിച്ചിട്ട് ഓർഡർ തിരിച്ചു. എന്നോടൊന്നോ മതിയോ? കുറച്ചുണ്ടോ? ഇനി കേക്ക് കഴിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു ഗെയിം പോലെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഏട്ടനോട് ഇതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയാൻ വേണ്ടി പോകും. ഞാനും പ്ലാൻഡ് അല്ല കേട്ടോ. കാരണം പെട്ടെന്നാണ് ഇങ്ങനൊന്ന് ഇതിലൂടെ കാണിക്കാന്ന് വിചാരിച്ചത്. എന്താന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇത് ശരിക്കും അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്താ വെച്ചാല് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അതായത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഏട്ടനോട് ചോദിക്കാനുണ്ടാവും. അത് ഞാൻ ഏട്ടനോട് ചോദിക്കും, ഏട്ടനോട് ചോദിക്കാം. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നമ്മുടെ ഫേവറേറ്റ് കളർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ എത്രത്തോളം ചില കാര്യങ്ങൾ അറിയാം അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഏട്ടാ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ ഞാൻ ഏട്ടനോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? അതൊന്നുമില്ല, കൊറേ സ്ഥലങ്ങളുണ്ട്. എന്നാലും കൊറേ കാലമായിട്ട് കുളു മണാലി എന്ന് പറയുന്നത് കറക്റ്റാണ്. എനിക്ക് കുളു മണാലി പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അന്ന് പോലെ കാരണം ഞാൻ മുന്നേ പോലെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പോകാം ഇങ്ങനെ പോകാം. അതെന്റെ ഫേവറേറ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു പോകുന്ന സ്ഥലമാണ് കുളു മണാലി കേട്ടോ. ഓക്കെ, അപ്പം ഏട്ടന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. എന്ത് കുളം കഴിയുമല്ലേ? അതിന് ഏട്ടൻ ചോദിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ കഴിക്കാൻ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിക്കാനുള്ള സാധനം എന്താ? ബിരിയാണി. ഏട്ടൻ എപ്പോഴും ബിരിയാണി ഓർഡർ ചെയ്യാ? ബിരിയാണി എന്നുള്ളതല്ല, എന്താണ് എന്ത് ഐറ്റമാണ്? ചിക്കൻ. അതാണോ ഉദ്ദേശിച്ചത്? വളരെയധികം കറക്റ്റാണ് അല്ലേ? ഏട്ടൻ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല. ഏട്ടന് പച്ചക്കറി കുഴിച്ചുള്ള ഫുഡ് ഏട്ടന് ഇഷ്ടമാണ്. അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കല്ല പോയിന്റ് വേണ്ടത്. ഓക്കെ, നീ ഉത്തരം തെറ്റാ പറഞ്ഞത്. എന്താ പറഞ്ഞ? നീ ബിരിയാണി എന്ന് പറഞ്ഞ എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമൊന്നുമില്ല. ഓ, ഫസ്റ്റ് ആൻസറേ കൂട്ടുള്ളൂ. അതത്രേ. എന്നാ പോട്ടെ. അപ്പൊ വീണ്ടും എനിക്കൊരു പോയിന്റ്, 2 പോയിന്റ്. അതെങ്ങനെ? ഫസ്റ്റത്തെ പോയിന്റ് എനിക്കല്ലേ? ഫസ്റ്റത്തെ പോയിന്റ് അതല്ലേ ഏട്ടൻ തന്നെയാണല്ലോ. ഇതാകൂടെ കൺഫ്യൂഷൻ ആവുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ചോദിക്കാൻ വേണ്ടി പോണത് എന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ഒരുപാട് കളർ എനിക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെ പറയില്ല ഏട്ടൻ, ഒന്ന് പറയാൻ. എനിക്ക് വൈറ്റ് ആണോ? അയ്യേ, ഏട്ടൻ തോറ്റിരിക്കുന്നു. എന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. അയ്യോ, ഞാൻ പറയാൻ വിചാരിച്ചിരിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു പിങ്ക് ആണെന്ന്, പക്ഷെ വന്നത് വൈറ്റ് ആയിരുന്നു. എനിക്ക് അപ്പൊ ഒരു പോയിന്റ്, ഏട്ടൻ 2 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ബ്ലാക്ക്. റൈറ്റ്? ഇത്തരം തെറ്റ്. ഏട്ടന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. എന്ത് പോകണ്ടല്ലോ. ഇപ്പൊ വണ്ടീന്റെ കേസിലാണെങ്കിലും ബ്ലാക്ക് കൊള്ളാലേ, ബ്ലാക്ക് കൊള്ളാലേ എന്ന് പറഞ്ഞേക്കാം. ഞാൻ ചോദിക്കാൻ വേണ്ടി പോണത് എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ്. എനിക്ക് ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു. ഇന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചിക്കൻ ഫ്രൈഡ് റൈസും
കൊണ്ടാട്ടം. പക്ഷെ നമ്മളൊന്ന് കൊണ്ടാട്ടല്ലോ ഓർഡർ ചെയ്തത്. നമ്മളിന്ന് എന്താ ഓർഡർ ചെയ്തേ? ചില്ലി 65 ഓർഡർ ചെയ്തു. പക്ഷെ വന്നത് ഇതായിരുന്നു. നല്ല സേഫ് ആയിട്ടൊക്കെ ഉപയോഗിച്ചത്, കുഴപ്പമൊന്നുമില്ല. ഒക്കെ സാനിറ്റൈസർ എടുത്തിട്ട് കൊറോണയൊക്കെ കൊന്നിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വയറ്റിക്ക് പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഓക്കെ, എന്താ പറഞ്ഞ അതും പറഞ്ഞില്ല ഏട്ടൻ ആൻസർ. ഓക്കെ, ഏട്ടന് 3 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. ഇനി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് നേരത്തെ 2 പോയിന്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എന്താണ്? ഏട്ടന് ജീൻസും ടീഷർട്ടും അല്ലേ? ആണോ? കറക്റ്റാണോ? മതി. ഓക്കെ, അപ്പൊ വീണ്ടും എനിക്കൊരു പോയിന്റ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ചിറ്റാറ്റ് പോലെ ഇരിക്കാം, അത്ര തന്നെ. ഇനി അടുത്തത് എന്റെ സ്കൂട്ടിയുടെ നമ്പർ പറയുക. അയ്യോ, KL60 KL13 ബാക്കി വന്നില്ല. എനിക്കറിയില്ല, ഏട്ടനെ അറിയുന്നുള്ള ധൈര്യത്തിലാണ് ചോദിച്ചത്. ആക്ച്വലി എനിക്കറിയില്ല കേട്ടോ. ഏട്ടൻ അറിയുന്നു. പണ്ട് ഏട്ടൻ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ വണ്ടി നമ്പർ എത്രയാണ്? എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല. KL13 എനിക്കറിയില്ല. എനിക്കതൊന്നും ഓർമ്മ ഉണ്ടാകും. ഞാൻ അങ്ങനത്തെ നമ്പേഴ്സ് ഓർത്ത് നോക്കില്ല. പകുതി പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ നോക്കില്ല. ഓ, ഞാൻ പറയാൻ മറന്നുപോയി, ഇന്ന് എന്റെ ഏട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ പ്ലസ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ 2 സെലിബ്രേഷൻ ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിച്ചാല്. അതെ, ഒരുമിച്ച് ആഘോഷിച്ചിരുന്നെങ്കിൽ ചെലവ് കുറയ്ക്കാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നഷ്ടപ്പെട്ട കാര്യമില്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ഏട്ടന്റെ ബർത്ത്ഡേ, എന്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ ഏട്ടന് നേരുന്നു. അടുത്തതാരാ ചോദിക്കുന്നത്? ഞാനല്ലേ. എന്റെ ടോപ്പിന്റെ സൈസ് എത്രയാണ്? ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് തരാറുണ്ട്. പക്ഷെ സൈസ് അറിയോ? അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ അറിയാം? എനിക്കറിയാം. ഏട്ടൻ എടുത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സൈസ് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാലും എങ്ങനെയാ ഓർമ്മ ഉണ്ടായിരുന്നേ? ഓക്കെ, എത്ര പോയിന്റ്സ് ആണെന്ന് ഓർമ്മയില്ല. ദൈവമേ, ഞാനൊക്കെ എടുക്കാറൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാവില്ലേ? ഇപ്പൊ അടുത്തെടുത്ത ഏട്ടന്റെ മീഡിയം ആയിരിക്കും. ഇപ്പൊ അടുത്ത ടീഷർട്ടൊക്കെ സ്മോളാണ്. അന്ന് എടുത്തതിനോട് അല്ല, ഇപ്പൊ എടുത്തത് മീഡിയം ആയിരുന്നു. സോർത്തേറ്റ് പോയതാണ്. ഇപ്പൊ അടുത്തത് ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. ടീഷർട്ടൊക്കെ മീഡിയം. അപ്പൊ ഏട്ടന് കറക്റ്റ് ആവുന്ന എനിക്കറിയില്ല. അങ്ങനൊക്കെ സൈസ് ഉണ്ടോ? 30 അല്ല, 32 34 എന്താ? എനിക്കറിയില്ല. ഓക്കെ, ഏറ്റവും ഇഷ്ടം അച്ഛനെ അമ്മേനെ. എനിക്കും. ഇനി ഇതിന്റെ ശേഷം ഞങ്ങൾ തമ്മിൽ വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടോ അതിനെ പറ്റിയിട്ട്. എനിക്ക് അച്ഛനമ്മേനെ ഇഷ്ടം. കാര്യം എനിക്ക് അച്ഛനും അമ്മേനെ ഇഷ്ടമാണല്ലോ. പക്ഷെ എനിക്ക് അച്ഛനും അമ്മേനെ പോലെ തന്നെ ഏട്ടനും ഒരേപോലെയാണ്. എന്ത് സത്യം പറ, ആരെ കൂടുതൽ ഇഷ്ടം? അച്ഛനമ്മ. ഏട്ടാ, ചോറ് വേണോ? നാളെ ചോറ് വേണോ? പട്ടിണി എടുത്ത ഞാൻ. ഓക്കെ, മതിയില്ലേ? ഇപ്പൊ തന്നെ കുറെ എനിക്ക് പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? വേണേ ചോദിച്ചറിഞ്ഞോ? എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? എന്താണ് എന്റെ കൂടെ ജീവിച്ചിട്ട്? ഇങ്ങനെയാണ് നിന്റെ ജീവിതം? ഭയങ്കര ടഫാണോ? ഭയങ്കര ബുദ്ധിമുട്ടാ. പെട്ടോ ഞങ്ങളോട് പറയാണ്ടിരിക്കാൻ വയ്യ. ജീവിതം മടുത്തു എന്ന് വെച്ചാല് കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടാണ്. എന്റെ അച്ഛന്റെ അമ്മേന്റെയും കൂടെ കാലം ജീവിച്ച സമയത്ത് എത്രത്തോളം ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഏട്ടന്റെ ഒപ്പം വന്നതിന് ശേഷം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോവാൻ. വളരെ ഇത് നേരെ തിരിച്ചാണ് അനുഭവം. ഈ പറഞ്ഞ കാര്യം നേരെ തിരിച്ചാണ്, ഉൾട്ടാണ്. എന്റെ അനുഭവമാണ് അവള് പറഞ്ഞത്. പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ടുള്ള ഞാൻ എന്റെ ആൻസർ പറയാം. എന്നും പീഡനങ്ങൾ കൊണ്ട് ഇത് 3-ാമത്തെ ചേട്ടൻ ഈ പീഡനത്തിന്റെ കാര്യം പറയുന്നത്. ഇനിയിപ്പോ സ്വമേധ കേസെടുക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഈ 2 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 9 വർഷമായി ഞങ്ങൾ അറിയാം. എനിക്ക് ഏട്ടനും ഞങ്ങളുടെ ഈ കാലം അടക്കി വെക്ക്. ഞാനും ഏട്ടനും കൂടെ പരിചയപ്പെട്ടിട്ട് 9 വർഷമായിട്ടുണ്ട്. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എന്റെ ലൈഫിൽ ഒരു മാറ്റം തോന്നിയിട്ടില്ല. കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ്, ഇത്രയും കാലമായില്ലേ, അല്ലെങ്കിൽ എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു നമ്മള് കുറെ പേര് പറയുന്ന കാര്യമാണ്, നമ്മൾ പ്രണയിച്ചടക്കുന്ന സമയത്ത് ലൈഫ് ഭയങ്കര നമുക്ക് എന്തൊക്കെയോ തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഇതൊക്കെ നശിപ്പിക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ കൊള്ളാലോ അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മളെ കല്യാണം കഴിയുമ്പോൾ കാരണം പോയി, സമാധാനമായില്ലേ, ഡാർക്കായില്ലേ, വേഗം നിർത്തി പോയിട്ടോ. ലവ് സ്റ്റോറി പിന്നെ പറയാം. അയ്യേ, ഇതെന്ത് ഇത്ര ഡാർക്ക്? നമ്മൾ ഇന്നലെ കേട്ടത് തോന്നില്ലല്ലോ. ഓക്കെ.
അപ്പം എനിക്കൊരു ചേഞ്ചും തോന്നിയിട്ടില്ല. ആ ഒരു എന്താ പറയാ, അച്ഛന്റെ അമ്മേന്റെയും കൂടെ ഉള്ള സമയത്ത് ഞാൻ എങ്ങനെ ജീവിച്ചോ, അല്ലെങ്കിൽ അതിനുശേഷം ഞങ്ങൾ 9 വർഷം ഞങ്ങൾ എന്താ പറയാ ആ ഒരു സമയത്തെ പ്രണയ സമയത്ത് അതെങ്ങനെയായിരുന്നു, അതിനുശേഷമുള്ള ഈ 2 വർഷം എന്ന് പറയുന്നത് എനിക്ക് ഒരുപോലെ തന്നെയാണ്. എനിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഏട്ടനോട് മാറി താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പണിയെടുക്കുന്നു സ്വന്തമായിട്ട്. അതല്ലാണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒന്നിലും ഒരു ചേഞ്ച് എനിക്കിത് ഏട്ടൻ വരുത്തേണ്ട വന്നിട്ടില്ല, അല്ലെങ്കിൽ ഏട്ടൻ എന്നെ ഒന്നിനും കമ്പൽ ചെയ്യാറില്ല. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാക്സിമം ഏട്ടൻ സാധിച്ചു തരാറുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ 100-110% ഹാപ്പിയാണ്. അതിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അത്രയും ഞാൻ 100% എൻ്റെ വിവാഹ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഏട്ടനോ? നമുക്ക് ഡാർക്ക് സത്യസന്ധമായ കാണിച്ചുകൊണ്ട് പോവാം. ഇല്ല, ഇതൊക്കെ തന്നെ ഒരു വിജയം. അതെന്റെ ഒരു വിജയമാണല്ലോ. ഈ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ അനുഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ, ഇവള് പറഞ്ഞ ഈ കൂതറ പറഞ്ഞ അനുഭവം അതാണെങ്കിൽ അതാണല്ലോ എന്റെ വിജയം. പക്ഷെ ഞാൻ കുറെ മാറിയിട്ടുണ്ട്. എങ്ങനെയെന്നുള്ള ഒരാളൊന്നും ആയിരുന്നില്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനുള്ള ക്രെഡിറ്റ് അവർക്കുണ്ട്. പിന്നെ പറഞ്ഞ പോലെ കുറെ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെയല്ല ഏട്ടാ, ഇതല്ല നമ്മുടെ വിവാഹ ജീവിതത്തിലെ എക്സ്പീരിയൻസ്. നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. നല്ല കാര്യല്ലേ? അപ്പൊ പിന്നെ നല്ല കാര്യമില്ലത് എന്നെ കൊണ്ട് ചെയ്യും. അല്ല, അത് നല്ല കാര്യങ്ങളാ. നമ്മള് വീട്ടിൽ പണിയെടുക്കണം നല്ല കാര്യമല്ലേ. അപ്പൊ നിനക്കെന്നെ അറിയാതെ മോശമാണെന്നില്ലേ? മോശമല്ല കേട്ടോ. ചിലപ്പോ ആരും വിചാരിക്കില്ലേ ഭർത്താവിനെ കൊണ്ടോട് പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാര്യയാണെന്ന്. നല്ല കാര്യങ്ങള് അതിലിപ്പോ ഞാൻ മോശമായിട്ടൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ചിലപ്പോ വീഡിയോ കാണുന്നതിൽ എന്താ പറയാ ലേഡീസ് ഉണ്ടാകും, ജെന്റ്സ് ഉണ്ടാകും. അപ്പൊ നമ്മള് പരസ്പരം ജോലികളിലൊക്കെ സഹായിക്കുക, രണ്ടുപേരും പരസ്പരം കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് മാറ്റം തോന്നില്ല. നമ്മളെന്താണോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സങ്കല്പം ഉണ്ടായിരുന്നു, അപ്പൊ ആ രീതിയിലുള്ള എക്സ്പെക്ട് ചെയ്ത ലൈഫ് എന്താണോ അതിനോട് 100% എന്താ പറയാ നീതി പുലർത്തുന്ന ജീവിതം തന്നെയാണ്. നമ്മുടെ 2 വർഷത്തെ ദാമ്പത്യ ജീവിതം നിങ്ങളോട് പറയാനുള്ള കാര്യം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടുപേരും വിട്ടുവീഴ്ചയില് കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഇത് പറയുന്ന ആളുടെ പേര് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, സിധു PS. നല്ലതാ. വിട്ടുവീഴ്ച നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും ഏട്ടനോട് നല്ല വിട്ടുവീഴ്ചയും കൊണ്ട് ഞങ്ങളോട് കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകണം. അപ്പൊ നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഏട്ടൻ ഇനി വരും. ഏട്ടൻ ഇയാളുടെ പെർഫോമൻസ് തീരെ പോരാന്ന് പറഞ്ഞിട്ട് കമന്റിൽ റെഫർ ചെയ്യും പ്ലീസ്, എന്നെ ഒഴിവാക്കി തരും. അതല്ലല്ലോ, അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പിന്നെ എന്നോട് കമ്പനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ആളില്ലല്ലോ, അതുകൊണ്ട് പിടിച്ചിരുത്താണ്. ഓക്കെ, സന്തോഷമില്ലേ? ഓക്കെ, നമുക്കിനി എന്തായാലും പുതിയ വീഡിയോയിൽ ഞാൻ ഏട്ടനെ മാക്സിമം വീണ്ടും തിരിച്ചുകൊണ്ട് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ. അതൊക്കെ ഒരുമിച്ച് പറയാം. ടാറ്റാ ബൈ ബൈ.